തന്നെയാണ് പറഞ്ഞത്. ഞാൻ കല്യാണത്തിന് മുമ്പ് 2-3 പ്രസവിച്ച് പല കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പൊന്നൂസും മോട്ടനും അപ്പൊ കെട്ടാ മുട്ടി നിന്നപ്പോൾ സാധാരണ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി കെട്ടിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ചോദിച്ചൊന്ന് കാണാൻ പറ്റുമോ? ആ കാണാൻ പറ്റും, ഞാൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെ അങ്ങ് മുസ്ലിം തീവ്രവാദികളാക്കി. മുസ്ലിങ്ങളുടെ പണം വേണം എല്ലാത്തിനും, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. സാലിഹ ഷാജഹാൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പങ്കുവെച്ചൊരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇത് റിയാക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് ഈ കണ്ടന്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രക്കും വൈറലായി മാറിയ ഒരു വീഡിയോ ആയിരുന്നത്. പ്രധാനമായും 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വീഡിയോയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ താങ്കളുടെ കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിവേചനത്തെ കുറിച്ചും സ്കൂളിന്റെ മറവിൽ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മയെ കുറിച്ചുമൊക്കെയാണ് അവർ തുറന്ന് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ആ വീഡിയോ ഇത്രയും വൈറലാവാൻ കാരണം. ഇങ്ങനൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക ധൈര്യം തന്നെ വേണം അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം കുഞ്ഞ് പഠിക്കുന്ന ഒരു സ്കൂളിനെതിരെ ഒരു പാരന്റ് വന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആ ഒരു റിസ്ക് ആണ് ഇവർ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്താണ് ഞാൻ അറിഞ്ഞെടുത്തോളം അവിടെ സാലിഹ കുഞ്ഞിന്റെ TC വാങ്ങി ആ സ്കൂളിൽ നിന്ന് മാറാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ടായിരിക്കണം അവർ ഇപ്പൊ ഈ പ്രശ്നം അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ തീരുമാനിച്ചതും. എന്തായാലും ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി പോവാണ്. അപ്പൊ പിന്നെ ആ സ്കൂളിനെ എക്സ്പോസ് ചെയ്ത് കളയാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകണം. എന്തായാലും എന്തൊക്കെയാണ് സാലിഹ ഷാജഹാൻ ആ സ്കൂളിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി പറയാനുള്ളത്, ഈ പറഞ്ഞ സാലിഹയ്ക്ക് 2 മക്കളാണുള്ളത്. ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. രണ്ടും ചെറിയ കുട്ടികളാണ്. ഇവർ രണ്ടുപേരും പുനലൂരിലെ സെന്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഇവർ കുഞ്ഞിനെ സ്കൂളിലൊക്കെ കൊണ്ടു ചെന്നാക്കി. അങ്ങനെ എക്സാം ഒക്കെ ആയ സമയത്ത് ഇവര് നോക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോലും എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് ആ സ്കൂൾ ഫുൾ മാർക്ക്. അതെങ്ങനെ സംഭവിച്ചെന്നല്ലേ അതേ കുറിച്ച് സാലിഹ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇപ്പം നമുക്ക് പല പേരൻസും ഈ സ്കൂളിൽ നിന്ന് TC മേടിച്ചിട്ട് പോയ പല പേരൻസിനും അറിയാവുന്ന ഒരു സത്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ, മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിന് അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ കുഞ്ഞുങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അപ്പോ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തമാണ്. എന്തൊരവസ്ഥയാണ് അല്ലേ. എനിക്കൊന്ന് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഫുൾ പാസ് കിട്ടാനും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. അതാകുമ്പോൾ സ്കൂളിന് ഒരു പേരായല്ലോ. ആ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് പുറത്ത് നോക്കുന്ന ആൾക്ക് തോന്നല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്കൂൾ എക്സാം നടക്കുന്നതിന്റെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി കാര്യങ്ങൾ? ഇത് ഒളിച്ചും മറിഞ്ഞും ഒക്കെ പല സ്കൂളിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഓപ്പൺ ആയിട്ട് സ്കൂൾ അധികൃതർ തന്നെ ഈ പരിപാടി ചെയ്യുമ്പോൾ ഇതിനൊക്കെ എന്താ പറയാ അല്ലേ. പിന്നെ ഇതെല്ലാം നടക്കുന്നത് LP UP ലെവൽ ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്ന ഈ പരിപാടിയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാവുന്നതല്ല. ഇങ്ങനെയൊക്കെ എക്സാമിന്റെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പഠിപ്പിച്ച് കുട്ടികൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കൊടുത്തത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ആ ഫുൾ മാർക്കിന് എന്ത് വരാനുള്ളത്? ഇങ്ങനെയൊക്കെ ഫുൾ മാർക്ക് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളൊക്കെ സ്വന്തം കുട്ടികളെ ഒരുപാട് പണം ചെലവാക്കി CBSE സ്കൂൾ പഠിപ്പിക്കുന്ന എന്തിനാണ്? നമ്മുടെ കുട്ടികൾ നല്ല ടാലന്റഡ് ആയി വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെയുള്ള സ്കൂളുകളിൽ തന്നെ ഇമാതിരി ഉടായ്പ പരിപാടികൾ കാണിക്കാൻ തുടങ്ങിയാൽ എവിടെ എത്തിയ കാര്യങ്ങൾ? പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും പണം കൊടുത്ത് കുട്ടികളെ ആ സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കുന്നത്? എന്തിന്റെ കാര്യമുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞില്ലേ കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാലിഹ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സാലിഹ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ചില പാരന്റ്സ് ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അത്തരം പാരന്റ്സിന് ആ സ്കൂൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് പോലും. അവര് പറയുന്ന പോലെയാണ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലും. അതിനെ കുറച്ചുകൂടി സാലിഹ പറയുന്നത് കേട്ടോക്കാം. ഈ പന്ന ആൾക്കാരെ എല്ലാം കൂടി പഠിച്ചവൻ ഒരുമിപ്പിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അയൽക്കൂട്ടം ടീം എന്ന് പറഞ്ഞൊരു സംഭവം? നമ്മൾ പറയാറുണ്ട് അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പുറം ഇപ്പുറമുള്ള കൊതിയും നുണയും പറയുന്നതാണ്. അതാണ് ആ സ്കൂളിൽ നടക്കുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3 പേരൻസ് ഉണ്ട്. അവരൊത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിന് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. ഏത് സ്കൂളിലാണ് അങ്ങനത്തെ ഫ്രീഡം കൊടുക്കുന്നത്?
പേരൻസ് ഒളിഞ്ഞും തെരഞ്ഞുമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആർക്കും നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. ഞാനും ഒന്നും മിണ്ടാതെ എന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോയേനെ. ഈ പറയുന്ന പോലെ പൊന്നൂസും ഇംഗ്ലീഷ് പാരഗ്രാഫുകൾ അത്യാവശ്യം നമ്മൾക്ക് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലന്റ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിനെ എഴുതാൻ അറിയാത്ത കാര്യങ്ങൾ വരെ എക്സാമിന് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു. ഇങ്ങനെ പല കുഞ്ഞുങ്ങളുടെ പേരൻസ് നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എന്റെ മക്കളുടെ ഭാവി ഓർത്ത് എന്റെ കുഞ്ഞുങ്ങളെയും ടി സി മേടിച്ച് ഞാൻ ഒരു വഴിക്കങ്ങ് പോയേനെ. പക്ഷേ ഈ നടന്ന സംഭവം നിങ്ങൾ അറിയണം. പറയാതെ പോയ പല കുഞ്ഞുങ്ങളും എത്രയോ പേരൻസ് കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ CBSE സിലബസ് പഠിച്ചോട്ടെ എന്ന് കരുതി കൊണ്ടാക്കുകയാണ്. അതാണ്. അപ്പൊ അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കുറച്ച് പാരന്റ്സ് അവിടുത്തെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കുന്നു, ടീച്ചറുടെ മടിയിലിരിക്കുന്നു, സ്കൂൾ മാനേജറുടെ മടിയിലിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? വിസ്മിൻ അങ്ങനെയുള്ള പാരന്റ്സിന് സ്കൂളുകാർ പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നർത്ഥം. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കുറച്ചുകൂടെ ആ സ്കൂൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നർത്ഥം. ഇതൊക്കെ പല സ്കൂളിൽ നടക്കുന്ന സംഗതികളാണ്. അതായത് ഒട്ടുമിക്ക സ്കൂളിലും ഈ ഒരു PT കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാവല്ലോ, പാരന്റ്സിന്റെ ഒരു കമ്മിറ്റി. അവർക്കായിരിക്കും പ്രധാനമായും സ്കൂളിലെ പല തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരം ഉണ്ടാവുക. അതിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ പാരന്റ് ആയിരിക്കും. പലപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ സ്കൂളിൽ കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ നടത്തുക. ഒരു പരിധി വരെ അത് നല്ലതാണ്. സ്കൂളിലെ തീരുമാനങ്ങൾക്ക് പാരന്റ്സിനെ പരിഗണിക്കുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതേപോലെ പാരന്റ്സിന് സ്കൂളിൽ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നിടത്താണ് പ്രശ്നം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, സ്കൂളിൽ പ്രിൻസിപ്പളിന്റെ മടിയിൽ വരെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ പാരന്റ് കയറി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി കാര്യങ്ങൾ? എന്തായാലും കൊള്ളാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ സ്കൂളിലെ പിക്ചർ ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞില്ല കേട്ടോ, ഈ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഈ സ്കൂൾ നടത്തുന്ന ചില തട്ടിപ്പുകളെ കുറിച്ചും സാലിഹ് തുറന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പോയി പേര് കൊടുക്കും. ആ പേര് കൊടുക്കുന്നത് ഹൗസ് ബേസ് അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ 2-3 ആഴ്ച മുമ്പേ പാടിപ്പിച്ച് നോക്കിയിട്ട് ഇവർ അതിൽ നിന്ന് ഒരു 10-15 പിള്ളേരെ അവർ സെലക്ട് ചെയ്യും. അതിൽ സെലക്ട് ചെയ്യുന്നത് മൊത്തം ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മക്കളോ അതല്ലെങ്കിൽ അവരോട് ചേർന്നിരിക്കുന്ന പേരൻസിന്റെ മക്കളോ ആണ്. 1-2 മാസം കുത്തിയിരുന്ന് ഇംഗ്ലീഷിന്റെ പിന്നെ റെസിറ്റേഷൻ, ഹിന്ദി റെസിറ്റേഷൻ, മലയാളം കവിതയും പഠിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ഇവർ സെലക്ട് ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ എന്റെ മോനൂട്ടനും പൊന്നൂസും കവിത, മലയാളം റെസിറ്റേഷനും പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒക്കെ പറയാൻ പോയി ഇരുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടുവാണ്. ARM പാട്ടാണ് പാടുന്നത്, അങ്ങോ വാന കോണില്. ഇതിനൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നത്. കവിതയൊക്കെ 1 മാസം പഠിച്ചുകൊണ്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. 2 മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ കുഞ്ഞുങ്ങളെ പാടിപ്പിച്ച് നോക്കുന്നു. ആ സമയം ഈ സ്റ്റേജിൽ കയറി 10-15 മിനിറ്റ് മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. പഠിച്ച കുഞ്ഞുങ്ങളെ ലാസ്റ്റ് ഒരു ലൈൻ പറഞ്ഞില്ല എന്നുള്ള പേരിലൊക്കെ റിജക്ട് ചെയ്ത് കളയും കവിത പാടുന്ന കുഞ്ഞുങ്ങൾ. ഇതിലും ഭേദപ്പെടുത്ത ഗവൺമെന്റ് സ്കൂളുകളാണ്. അതാകുമ്പോ പേര് കൊടുത്താണെങ്കിൽ അവർ സ്റ്റേജിൽ കയറി പാടിപ്പിച്ചോളൂ. ഇതേമാതിരി പക്ഷാഭേദമൊന്നും അവര് കാണിക്കൂല. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കുക നിങ്ങൾ. നല്ല കഴിവും ടാലന്റുമുള്ള കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് സ്കൂൾ അധികൃതർ സെലക്ട് ചെയ്യുന്ന കുറച്ച് കുട്ടികളെ മാത്രം സ്റ്റേജിൽ കയറി പാടിപ്പിക്കുക. എന്നിട്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക. ടാലന്റുള്ള കുട്ടികളെ നോക്കുകുത്തിയാക്കി ഇരുന്നു കൊണ്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക. എന്തൊരു വൃത്തികെട്ട സമ്പ്രദായമാണെന്ന് നോക്കിക്കേ. ഇതൊന്നും ഒരിക്കലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒരു സംഗതിയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കുഞ്ഞിന്റെ ഏറ്റവും ടാലന്റ് കണ്ടെത്തേണ്ട സമയം എന്ന് പറയുന്നത് ഈ LP സ്കൂൾ കാലഘട്ടങ്ങളിലാണ്. ഈ സമയത്ത് കുട്ടികളോട് ഇത്തരത്തിലുള്ള പക്ഷാപാതം കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ ടാലന്റ് ആയിട്ട് കുട്ടികളുടെ ടാലന്റിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണത്. ഇപ്പൊ നന്നായി പാടുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് LP സ്കൂൾ കാലഘട്ടം തൊട്ടേ ഈ സ്കൂളിൽ നിന്ന് നല്ല പ്രോത്സാഹനം ഒക്കെ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഭാവിയിൽ ആ കുട്ടി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറായി മാറാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടാകും അല്ലെ? അതുപോലെ തന്നെ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് തന്നെ നല്ല പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ കുട്ടി ഭാവിയിൽ നല്ലൊരു ഡാൻസറായി മാറും അല്ലെ? അങ്ങനെ എല്ലാ തരത്തിലും ടാലന്റിനെ പരിപോഷിക്കുന്ന ഒരു വേദിയും കൂടിയാണ് ഈ LP സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്തുകയും ഒരു ടാലന്റും ഇല്ലാത്ത കുട്ടികൾക്ക് 1ാം പ്രൈസ് കൊടുക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വൻ ക്രൂരതയാണ്. കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ ഒരു കാരണവശാലും കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ ഭാവിയും കൂടി നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇനി ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ. സ്കൂളിൽ ആനുവൽ ഡേ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് സ്കൂളിന്റെ വാർഷിക ആഘോഷം. ആ സമയത്ത് സ്കൂൾ നടത്തുന്ന ഒരു വൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും സാലിഹ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ കൂടി കണ്ടുനോക്കാം. ഒരു ആനുവൽസറി വരുമ്പോ സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന്റെ സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും. വിഡ്ഢികളായ, ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറെ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാന്റ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവര് തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുവാണ്, കോസ്റ്റ്യൂമിന്. ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത്, 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു. 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പൊ ഞാൻ എന്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ
ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? അതാണ് പറഞ്ഞാൽ മനസ്സിലായോ. അതായത് 800 രൂപ ഇവരുടെ കയ്യിൽ നിന്നും ഈടാക്കി 400 രൂപയുടെ ഫ്രോക്ക് കൊടുത്ത് പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരുവിധം എല്ലാ സ്കൂളിലും നടക്കുന്ന സംഗതിയാണ്. അധിക പണം ഈടാക്കി കുറച്ച് പൈസയുടെ സാധനം കൊടുത്ത് പറ്റിക്കുന്ന ഒരു പരിപാടി. പക്ഷെ പല പാരന്റ്സും തങ്ങളുടെ കുഞ്ഞിന്റെ ഭാവിയെ ആലോചിച്ച് ഇതിനെ കുറിച്ചൊന്നും ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം. എന്തായാലും കൊള്ളാമല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പുനരൂർ സെന്റ് തോമസ് സ്കൂൾ എന്ന് പറയുന്നത് ഉടായ്പകളുടെ ഒരു കേന്ദ്രമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എക്സാമിന്റെ തലേ ദിവസം കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നു. അതുപോലെ തന്നെ സ്കൂൾ സെലക്ട് ചെയ്ത കുറച്ച് പാരന്റ്സിന് മാത്രം സ്കൂൾ മാനേജ്മെന്റ് മടി കയറി ഇരിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. അതുപോലെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്കൂൾ അധികൃതർ സെലക്ട് ചെയ്ത ചില സെലക്ടഡ് കുട്ടികൾക്ക് മാത്രം 1ാം സ്ഥാനം കൊടുക്കുന്നു. ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പുല്ല് വില കൊടുക്കുന്നു. പിന്നെ ആനുവൽ ഡേന്റെ സമയത്ത് അധിക പണം ഈടാക്കി കുറഞ്ഞ പണത്തിന്റെ ഡ്രസ്സ് കുട്ടികൾക്ക് ധരിക്കാൻ കൊടുത്ത് പാരന്റ്സിനെ പറ്റിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ സ്കൂളുകാർ ചെയ്യാത്ത ഉടായ്പകളൊന്നും ഇല്ല എന്നർത്ഥം. ഇനിയും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. ഇവര് കുട്ടികൾക്ക് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിന് മുകളിൽ പോലും വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ കുറിച്ചുകൂടി സാലിഹ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാലിഹ എന്ന് പറയുന്നത് യൂട്യൂബിൽ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണല്ലോ. അപ്പൊ ഈ കുട്ടികളുമായി പുറത്തു പോകുന്നതും ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്നതും ഒക്കെ ആയിട്ട് ഇവർ പണ്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് സാലിഹ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. സ്കൂൾ പർച്ചേസ്, ബാക്ക് ടു സ്കൂൾ പർച്ചേസ് വീഡിയോ ഇട്ടതിൽ ടെക്സ്റ്റ് മേടിച്ചപ്പോൾ എത്ര രൂപയായെന്ന് ആൾക്കാർ കമന്റ് ഇട്ടപ്പോൾ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തു. പൊന്നൂസിന് 4ാം ക്ലാസ്സിലോട്ടുള്ള കുഞ്ഞിന് 12,000 രൂപ, 9,000 രൂപയായി 3 കുട്ടന് 2ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക്. അതിന് പല ടീച്ചർമാരും പല CBSE പഠിപ്പിക്കുന്ന ടീച്ചർമാർ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി, ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും ഇത്രയും പൈസ ഇല്ലെന്ന്. ഞാനുള്ള സത്യം പോലെയാണ് അത് കമന്റ് ചെയ്തു. 11,000 രൂപ. അത് അവർക്ക് ഭയങ്കര പ്രശ്നമായി. ആ സ്കൂളിൽ ചേരാത്ത പല കുട്ടികളും അവിടെ വരാൻ പേടിക്കുമെന്ന്. പേടിക്കണം. ഇമാതിരി തട്ടിപ്പൊക്കെ നടത്തുന്ന സ്കൂളിൽ ഇനി ഒരു കുട്ടിയും വരാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. LP UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തെ ടെക്സ്റ്റ് ബുക്കിന് വരെയാണ് 12,000 രൂപ. ഇതിനൊക്കെ കൊള്ളലാഭം എന്നാണ് പേരിട്ട് വിളിക്കേണ്ടത്. എന്തോ ഭാഗ്യത്തിന് അന്ന് സാലിയക്ക് കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പോയ സമയത്ത് അത് വ്ളോഗ് ഇട്ടത് നന്നായി. അതുകൊണ്ട് കമന്റ് ബോക്സിലൂടെ പലരുടെയും അഭിപ്രായം കാരണം ടെക്സ്റ്റ് ബുക്കിന് അത്ര വിലയൊന്നും ഇല്ല എന്ന് അറിയാൻ സാധിച്ചല്ലോ. എന്നാലുംല്ലേ എന്ത് വിലയാണിത്. ഈ സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാ വിധത്തിലും തട്ടിപ്പ് നടത്തുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ പോലും ഇവർ തട്ടിപ്പ് നടത്തുന്നു അല്ലേ. ഇതുകൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ. അവിടെ പല ടീച്ചേഴ്സിനും മര്യാദക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പോലും അറിയില്ല എന്ന് സാലിഹ തുടർന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദി ടീച്ചറോട് തന്റെ മകൻ ഡൗട്ട് ചോദിച്ച സമയത്ത് ആ ഹിന്ദി ടീച്ചർക്ക് അതിന് മറുപടി പറയാൻ അറിയില്ല പോലും. അങ്ങനെയുള്ള ഒട്ടുമുട്ടും തിരിയാത്ത ടീച്ചേഴ്സിനെയാണ് പോലും അവിടെ അപ്പോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ത് പറയാനാണല്ലേ ഇതിനൊക്കെ. ഇത്രയും നീളുന്നു സാലിഹ ഈ സ്കൂളിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സാലിഹ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പുള്ളിക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സാലിഹയുടെ ഭർത്താവിന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒരു ബ്രേക്കപ്പ് ആയ പ്രണയമായിരുന്നു അത്. അപ്പൊ അന്നത്തെ സാലിഹയുടെ ഭർത്താവിന്റെ കാമുകി ഈ സ്കൂളിന്റെ മാനേജ്മെന്റുമായി നല്ല ബന്ധമുള്ള സ്ത്രീയാണ്. അപ്പൊ ഈ സാലിഹയുടെ ഭർത്താവിന്റെ മുൻ കാമുകിയായിട്ടുള്ള സ്ത്രീ സാലിഹയെ കുറിച്ചും സാലിഹയുടെ ഭർത്താവിനെ കുറിച്ചും പല തോന്നിവാസങ്ങളും സ്കൂളിൽ ചെന്ന് പറഞ്ഞു പോലും. എന്താണ് കാരണം? മുൻ കാമുകനോടുള്ള വിദ്വേഷം തന്നെ. അതിനെ കുറിച്ച് സാലിഹ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. വലിയൊരു അലിഗേഷൻ ആണ് പറഞ്ഞത്. ഞാൻ കല്യാണത്തിന് മുമ്പ് 2-3 പ്രസവിച്ച് പല കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പൊന്നൂസും മോട്ടനും അപ്പൊ കെട്ടാ മുട്ടി നിന്നപ്പോ സാധാരണ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി കെട്ടിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ചോദിച്ചൊന്ന് കാണാൻ പറ്റും. ആ കാണാൻ പറ്റും, ഞാൻ ഇവിടെ ഉണ്ട്. ഇവര് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വീടും പരിസരവും ഒന്നും ഇല്ല, എല്ലാവരും അടിച്ചിറക്കി വിട്ടിട്ട് ഒറ്റയ്ക്കൊന്നും താമസിക്കുമല്ലേ. അപ്പം ഞാൻ പുള്ളിക്കാരെ നേരിട്ട് കണ്ടു ചോദിച്ചു, ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ വല്ലപ്പോഴൊക്കെ പെരുന്നാളിനും ഇതിനുമൊക്കെ വിശേഷം അയക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ പാലുകാച്ചിന് വരുന്നു, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, എന്നിട്ട് എന്നെ പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ. നിങ്ങൾ പരസ്പരം പ്രേമിച്ചവരായിക്കോട്ടെ, പക്ഷെ എന്നെ പറ്റി ഒന്നും അറിയാത്ത എന്നെ പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ എങ്ങനെ പറയാൻ തോന്നി? എൻ്റെ പച്ചമാംസം 1 വർഷമായിട്ട് എങ്ങനെ തിന്നാൻ തോന്നി? നിങ്ങൾ എത്ര പേരൻസിനോട് ഇത് പറഞ്ഞു കാണും? മാനേജ്മെന്റിന്റെ മടിയിൽ കയറി ഇരിക്കാൻ അവകാശമുള്ള പെൺകൊച്ചാണ് ഈ കൊച്ചി. കാരണം ഈ പെൺകുട്ടി അവിടെ നേരത്തെ പഠിച്ചിട്ടുള്ള പെണ്ണാണ്. എന്ന് വെച്ചാൽ അവിടെ +1 +2 പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ ഭയങ്കര കൂട്ടാണ്. ഈ കൊച്ചിനെ അവിടെ മാഗസീനിൽ ഫോട്ടോ ഇടൂ, അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്, എല്ലാത്തിനും ഫ്രണ്ടിലെടുത്ത് വെക്കും. മാനേജ്മെന്റുമായിട്ട് ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റിന് എന്നോടൊരു ദേഷ്യമാണ്. അവരുടെ ഫ്രോക്ക് കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്തോന്നല്ലേ ഇത് സ്കൂളോ അത് അയൽക്കൂട്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. സ്കൂളിലെ ക്യാബിലിരുന്ന് കാര്യമായിട്ട് നടത്തുന്ന ചർച്ചകൾ ഇതൊക്കെയാണ്. അവിടെ പഠിപ്പിക്കാൻ വരുന്ന കുട്ടികളുടെ പാരന്റ്സ് 3 പ്രസവിച്ചതും കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായതൊക്കെ. എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് സ്കൂൾ തന്നെ. ഇത്രയൊക്കെ ആയിട്ടും ഇത്തരം സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ വരുന്ന കുട്ടികളുടെ പാരന്റ്സിനെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇതെല്ലാം ആയപ്പോൾ സ്കൂളിന്റെ കൊള്ളരുതായ്മകളെല്ലാം സാലിഹ തുറന്ന് കാണിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞതോടെ സ്കൂൾ അധികൃതർ എന്താക്കിയെന്ന് അറിയോ? ഈ പറഞ്ഞ സാലിഹയെയും ഭർത്താവിനെയും ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കാൻ നോക്കി. അതിനെ കുറിച്ചുകൂടി സാലിഹ പറഞ്ഞു കേട്ട് നമുക്ക് നിർത്താം. ഞങ്ങളെ അങ്ങ് മുസ്ലിം തീവ്രവാദികളാക്കി. മുസ്ലിങ്ങളുടെ പണം വേണം എല്ലാത്തിനും, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. പടച്ചവൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു കാലത്തും
ഇതിനൊന്നും മറുപടി പറയാതെ പോകത്തില്ല. എന്തായാലും എന്റെ മക്കളെ സേഫ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ അടങ്ങേണ്ട വിഡ്ഢിയായ സമൂഹം ഉള്ളതുകൊണ്ട് ഇവനൊക്കെ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, സ്കൂളുകാരുടെ അവസാനത്തെ അടവാണല്ലേ ഈ തീവ്രവാദിയാക്കി ചിത്രീകരിക്കല്. അതാകുമ്പോ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എന്തായാലും കൊള്ളാം, ഒരു സ്കൂളിനെതിരെ ഇത്രയും ധൈര്യത്തോടു കൂടി തുറന്ന് സംസാരിക്കാൻ കാണിച്ച ആ മനസ്സിന് ബിഗ് സല്യൂട്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഇത്രയും തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇവിടെ സാലിയോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇനി മുന്നോട്ട് അങ്ങോട്ട് സൂക്ഷിക്കണം. ഒരുപാട് പണവും പിടിപാടുമുള്ള ആളുകളായിരിക്കും അവർ. എന്ത് ചെയ്യാൻ അവർ മടിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവർ ഗുണ്ടകളെ വിട്ട് വരെ തല്ലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സൂക്ഷിച്ച് കണ്ടുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അത്രേ എനിക്ക് സാലിയോട് പറയാനുള്ളൂ. പിന്നെ ഇവിടെ സാലിയേക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന്റെ TC-യിൽ ആ സ്കൂളുകാർ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സാലിഹ് പറയുന്നുണ്ട് കേട്ടോ. ആ സ്കൂളിൽ വെച്ച് ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചുവെന്നും അതുകൂടാതെ 2 കുട്ടികളെ അനാശ്വാസ പ്രവൃത്തിയിൽ പിടിച്ചതായിട്ടും തുടർന്ന് സാലിഹ് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പുറത്തു വരാതെ സ്കൂളുകാർ ഒതുക്കി എന്നുള്ളതാണ്. സ്കൂളിന്റെ അതിന്റെ പേര് കാത്തു സൂക്ഷിക്കണമല്ലോ. എന്തെല്ലാമാണല്ലേ സ്കൂളിന്റെ മറവിൽ നടക്കുന്നത് എന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.